വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്ക് തന്നവൻ യേശു മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്ക് തന്നവൻ യേശു മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്ക് തന്നവൻ മാറിപ്പോകില്ല. മർത്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്ക് തന്നവൻ യേശു മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. യേശുനാഥൻ വരവിനായി കാഹളം ധ്വനിച്ചിടുമ്പോൾ ദൂതസംഘങ്ങൾ ആർത്തുപാടിടും. ആ നിരയിലന്നു നിന്ന് ശുദ്ധരൊത്തു വാഴ്ത്തിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. യേശുനാഥൻ വരവിനായി കാഹളം ധ്വനിച്ചിടുമ്പോൾ ദൂതസംഘങ്ങൾ ആർത്തുപാടിടും. ആ നിരയിലന്നു നിന്ന് ശുദ്ധരൊത്തു വാഴ്ത്തിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്ക് തന്നവൻ മാറിപ്പോകില്ല. മർത്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്ക് തന്നവൻ യേശു മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിന്റെ അതിപരിനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുദിന ചിന്ത. God gives power to the faint. ദൈവം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ആമേൻ. പരിശുദ്ധാത്മാവ് ദൈവമേ, തിരുവചനം അവിടുന്നാണല്ലോ ഞങ്ങൾക്ക് എഴുതി തന്നത്. ആത്മാവാം ദൈവമേ, ഈ വചനഭാഗങ്ങൾ ഞങ്ങൾക്കായി വ്യാഖ്യാനിച്ചു തരണമേ. അവിടുന്ന് അപ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. God gives power to the faint. ദൈവം ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു. ആമേൻ. കഷ്ടതകളിലൂടെ കടന്നുപോയ ഇസ്രായേൽ ജനത്തെ നോക്കി കർത്താവിൻ്റെ അരുളപ്പാട് യെശയ്യാ പ്രവാചകനിലൂടെ കടന്നു വന്നു. കർത്താവ് അവരെ ബലപ്പെടുത്തുന്നു. പൊടി കുടഞ്ഞ് എഴുന്നേറ്റ് കഴുത്തിലെ ബന്ധനങ്ങളെ അഴിക്കുവാൻ അവരോട് പറയുന്നു. യെശയ്യാ പ്രവാചക പുസ്തകം 52 അധ്യായം 1-2 തിരുവചന ഭാഗങ്ങൾ നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. സിയോനെ, ഉണരുക, ഉണരുക, നിന്റെ ബലം ധരിച്ചുകൊള്ളുക. വിശുദ്ധ നഗരമായ യെരൂശലേമേ, നിന്റെ അലങ്കാര വസ്ത്രം ധരിച്ചുകൊള്ളുക. ഇനിമേലാൽ അഗ്രചർമ്മിയും അശുദ്ധനും നിന്നിലേക്ക് വരികയില്ല. പൊടി കുടഞ്ഞു കളയുക. യെരൂശലേമേ, എഴുന്നേറ്റിരിക്കുക. ബദ്ധയായ സിയോൻ പുത്രി, നിന്റെ കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയുക. ദൈവവചനത്തിൽ വേദനകളും പ്രതികൂലങ്ങളും വരുമ്പോൾ രട്ടിലും വെണ്ണീരിലും ഇരുന്ന് ഉപവസിച്ച ദൈവഭക്തന്മാരെ നമുക്ക് കാണാൻ കഴിയും. ഇയ്യോബ് കഷ്ടപ്പാടുകൾ നേരിട്ടപ്പോൾ ചെയ്തത് അത് തന്നെയാണ്. ഇയ്യോബിന്റെ പുസ്തകം 2-8 അവനൊരു ഓട്ടിൻ കഷ്ണമെടുത്ത് തന്നെ താൻ ചുരുണ്ടിക്കൊണ്ട് ചാരത്തിലിരുന്നു. സഹോദരനായ അമ്നോനാൽ പീഡിപ്പിക്കപ്പെട്ട് താമാർ അപമാനഭാരം സഹിക്കവയ്യാതെ പൊടിയിൽ ഇരുന്നു. 2 ശമൂവേൽ 13-19
അപ്പോൾ താമാർ തലയിൽ വെണ്ണീർ വാരിയിട്ട് താൻ ധരിച്ചിരുന്ന നിലയങ്കി കീറി തലയിൽ കൈയും വെച്ച് നിലവിളിച്ചുകൊണ്ട് നടന്നു. ദാനിയേൽ ഇസ്രായേലിന്റെ പാവം നിമിത്തം രട്ടിലും വെണ്ണീരിലും ഇരുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായത്തിന്റെ 3-ാം തിരുവചനം. അപ്പോൾ ഞാൻ ഉപവസിച്ച് രട്ടെടുത്ത് വെണ്ണീരിൽ ഇരുന്നു. വെണ്ണീരിൽ ഇരുന്നു കൊണ്ട് പ്രാർത്ഥനയോടും യാചനകളോടും കൂടെ അപേക്ഷിക്കേണ്ടതിന് ദൈവമായ കർത്താവിങ്കിലേക്ക് മുഖം തിരിച്ചു. ഭീഷണികളുടെ മുൻപിൽ മൊർദെഖായി രട്ടിലും വെണ്ണീരിലും ഇരുന്നു. എസ്തറിന്റെ പുസ്തകം 4-ാം അധ്യായം 1-ാം തിരുവചനത്തിലാണ് ആ സംഭവം ഉള്ളത്. സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മൊർദെഖായി വസ്ത്രം കീറി രട്ടെടുത്ത് വെണ്ണീർ വാരി ഇട്ടുകൊണ്ട് പട്ടണത്തിന്റെ നടുവിൽ ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു. യോനായുടെ പ്രസംഗം കേട്ടപ്പോൾ ജനവും രാജാവും അനുതപിച്ച് രട്ടിലും വെണ്ണീറിലും ഇരുന്നു. യോനാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 5-6 വാക്യങ്ങൾ. എന്നാൽ നിനവേക്കാർ ദൈവത്തിൽ വിശ്വസിച്ചു ഒരു ഉപവാസം പരസ്യം ചെയ്തു. വലിയവരും ചെറിയവരും ഒരുപോലെ രട്ടെടുത്തു. വർത്തമാനം നിനവേ രാജാവിന്റെ അടുക്കൽ എത്തിയാറേ അവൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റ് രാജവസ്ത്രം നീക്കിവെച്ച് രട്ട് പുതച്ചു വെണ്ണീറിൽ ഇരുന്നു. മാത്രമല്ല, വിലാപങ്ങളുടെ പുസ്തകത്തിൽ നാം ഇങ്ങനെ കാണുന്നുണ്ട്. വിലാപങ്ങൾ 2-ാം അധ്യായം 10-ാം തിരുവചനം. സിയോൻ പുത്രിയുടെ മൂപ്പന്മാർ മിണ്ടാതെ നിലത്തിരുന്നു. അവർ തലയിൽ പൊടി വാരിയിട്ട് രട്ടെടുത്തിരുന്നു. ജീവിതത്തിൽ കടന്നുവരുന്ന വേദനകളും പ്രയാസങ്ങളിലും രട്ടിലും വെണ്ണീറിലും ഇരുന്ന ഒരുപാട് ഭക്തന്മാരെ നാം കാണുന്നു. എന്നാൽ എന്നും ദൈവം അവരെ പൊടിയിൽ ഇരുത്തുകയില്ല. ഇസ്രായേൽ ബാബിലോണിന്റെ അടിമത്വത്തിൽ അനേക കാലം അപമാനത്തിലിരുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 47-ാം അധ്യായത്തിൽ ഇസ്രായേലിന് വന്നു ഭവിക്കുന്ന ആപത്തുകളെ പറ്റി പറയുന്നു. 1-ാം വാക്യം ആരംഭിക്കുന്നത് ഇപ്രകാരമാണ്: ബാബേൽ പുത്രിയായ കന്യകയെ ഇറങ്ങി പൊടിയിലിരിക്കുക, കൽദായ പുത്രിയെ സിംഹാസനം കൂടാതെ നിലത്തിരിക്കാൻ. നിന്നെ ഇനി തന്നംഗി എന്നും സുഖഭോഗിനി എന്നും വിളിക്കുക ഇല്ല. യെശയ്യാ 47:1. എന്നാൽ യെശയ്യാ 52-ന്റെ 1-2 വാക്യങ്ങളിൽ കർത്താവ് ഇസ്രായേൽ മക്കളോട് ഉണരുക എന്നും ബലം ധരിക്കുവാനും അലങ്കാര വസ്ത്രം ധരിക്കുവാനും പൊടി കുടഞ്ഞു കളഞ്ഞ് എഴുന്നേൽക്കുവാനും കഴുത്തിലെ ബന്ധനങ്ങളെ അഴിച്ചു കളയുവാനും ആഹ്വാനം ചെയ്യുന്നു. ജീവിതത്തിൽ പല കാരണങ്ങളാലും പ്രതികൂലങ്ങൾ വന്ന് ഭവിക്കാം. ശത്രുവാകുന്ന സാത്താൻ ജീവിതത്തിലെ മനോഹാരിത കൈവശമാക്കാം. വിലാപങ്ങളുടെ പുസ്തകം 1-10 അവളുടെ സകല മനോഹര വസ്തുക്കളിന്മേലും വൈരി കൈവച്ചിരുന്നു. നിന്റെ സഭയിൽ പ്രവേശിക്കരുതെന്ന് നീ കൽപ്പിച്ച ജാതികൾ അവളുടെ വിശുദ്ധ മന്ദിരത്തിൽ കടന്നത് അവൾ കണ്ടുവല്ലോ. വിലാപങ്ങൾ 1-ാം അധ്യായം 10-ാം തിരുവചനമാണ്. സഹോദരങ്ങളെ, ശത്രു നമ്മുടെ മനോഹര വസ്തുക്കളെ സ്വന്തമാക്കാം, കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കാം, കുടുംബങ്ങളെ തകർക്കാം. നമ്മുടെ അവകാശങ്ങളിന്മേൽ ആധിപത്യം എടുക്കുവാൻ വരുന്ന അന്ധകാര ശക്തികളെ തകർക്കുവാൻ ആത്മീയ ശക്തിയാൽ എഴുന്നേൽക്കുന്ന നെഹമ്യമാർ ഉണ്ടാകാം. അപ്പോൾ നാം പൊടിയിലിരിക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല. എന്നോട് ചേർന്നൊരു ആമേൻ പറയാം. ആമേൻ. കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഉണരുക, പൊടി തട്ടിക്കളയുക, ബലം ധരിക്കുക, ബന്ധനങ്ങളെ അഴിക്കുക, യഹോവയ്ക്കായി കാത്തിരിക്കുക. അങ്ങനെയുള്ളവരുടെ തല കുനിഞ്ഞു പോകുവാൻ ദൈവം അനുവദിക്കുക ഇല്ല. യെശയ്യാ 40-ാം അധ്യായം 29 മുതൽ 31 വരെയുള്ള തിരുവചനത്തിൽ കുറിവാക്യം നാം അവിടെ വായിച്ചു. അവൻ ക്ഷീണിച്ചിരിക്കുന്നവന് ശക്തി നൽകുന്നു, ബലമില്ലാത്തവന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ബലഹീനരായ നമ്മളെ ബലമുള്ളവരാക്കി മാറ്റുന്ന ബലവാനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. നിത്യന പരിശുദ്ധമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടെ ഞങ്ങൾക്ക് നൽകിയ
ഞങ്ങളുടെ ആയുസിൻ്റെ പുതുദിനത്തിനായി നന്ദി പറയുന്നു. അവിടെ തന്നെ വിളിച്ചു ഉണർത്തിയിരിക്കുന്നതിനായി സ്തോത്രപ്പ. മനോഹരവും സന്തോഷവും നിറഞ്ഞ ഒരു പുതിയ ദിവസത്തിൻ്റെ പുലരി അവിടുന്ന് ഞങ്ങൾക്ക് നൽകിയിരിക്കാൻ നന്ദി പറയുന്നു. ഈ ദിവസത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിന്നതെന്ന് അവിടുന്ന് അറിയുന്നു. അതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ നന്മയ്ക്കായി മാറ്റിത്തരുന്നതിനായി നന്ദി പറയുന്നു. എങ്കിലും കർത്താവേ, ഞങ്ങളുടെ വഴികൾ അങ്ങേക്ക് അറിവുള്ളതാണല്ലോ. തിന്മയായിട്ടുള്ളതെല്ലാം നന്മയ്ക്കായി മാറ്റുവാൻ വേണ്ട കൃപകൾ ഞങ്ങളുടെ മേൽ ചൊരിയണമേ. ഇന്നത്തെ ദിവസം ഞാൻ മൂലം ആരും ദുഃഖിക്കുവാൻ ഇടവരുത്തരുതേ കർത്താവേ. സ്നേഹവും നന്മയും ആകുവോളം നിറച്ച് എന്നെ കിടക്കയിൽ നിന്ന് എഴുന്നേൽപ്പിച്ചിരിക്കാൻ നന്ദി പറയുന്നു. എനിക്ക് അപ്രാപ്യമായ കാര്യങ്ങൾ ഗ്രഹിക്കുവാൻ എന്നെ സജ്ജമാക്കണമേ കർത്താവേ. നീ എന്നെ ഒരിക്കലും നിരാശനാക്കുകയില്ല എന്നെനിക്കറിയാം. എൻ്റെ ആത്മാവിനെയും മനസ്സിനെയും ശരീരത്തെയും പൂർണ്ണമായി അങ്ങയുടെ സംരക്ഷണത്തിൽ നിന്ന് നൽകിക്കൊണ്ട് ഞാൻ ഈ ദിവസത്തെ അങ്ങേക്കായി സമർപ്പിക്കുന്നു. എന്നെ വഴി നടത്തണമേ. അവിടുന്ന് എന്നെ ശക്തീകരിക്കുന്നതിനായി സ്തോത്രം. കഴുകനെ പോലെ ചിറകടിച്ചു പറന്നുയരുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന ഓരോ വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നരക്കുകളിൽ ഞാൻ നിന്നെ ചുമക്കുമെന്ന് അരുളിച്ചത് കർത്താവേ. ശാരീരികമായി ബലഹീനരാണെങ്കിലും അകമയുള്ള മനുഷ്യൻ പുഷ്ടി പ്രാപിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം ഓരോ മക്കളുടെ മേലും വച്ചിരിക്കുക സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ അടിപ്പിണരുകളാൽ ഓരോ മക്കൾക്കും സൗഖ്യം വന്നുമിരിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങൾ മാതൃരാജ്യമായി ഇന്ത്യ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ അനുഗ്രഹിക്കപ്പെട്ട ഒരു രാജ്യമായി മാറട്ടെ. ഇന്ത്യയിലുള്ള എല്ലാ സംസ്ഥാനങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന. വിശേഷാൽ കർണാടകത്തെയും ബീഹാറിനെയും തമിഴ്നാടിനെയും കേരളത്തെയും പ്രത്യേകമായി ഓർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വടക്കേന്ത്യയെ സമർപ്പിക്കുന്നു. വടക്കേന്ത്യയിൽ അവിടുത്തെ മാറ്റമില്ലാത്ത തിരുവചന സത്യമായി നിൽക്കുന്ന ഓരോ വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സുവിശേഷ പ്രഘോഷകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ രാജ്യത്തിലേക്ക് അനേകരെ നേടുവാൻ വേണ്ടി വയലിൽ ലാഭേച്ഛ കൂടാതെ പ്രവർത്തിക്കുന്ന ഓരോ വിശുദ്ധരെയും സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയെക്കുറിച്ച് പ്രസംഗിച്ചു, അങ്ങയുടെ വചനം എത്തിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ ജയിലറയിൽ കഴിയുന്ന അവിടുത്തെ വിശുദ്ധരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർക്കായി അവിടുന്ന് അത്ഭുതം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. അപ്പോസ്തലന്മാരെ ജയിലറയിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് ദൈവമേ, നിന്റെ മക്കൾക്കായി അവിടുത്തെ അത്ഭുതത്തിൻ്റെ കരം പ്രവർത്തിക്കുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളുടെ വയലുകളെയും ഞങ്ങളുടെ ഓഫീസിനെയും ഞങ്ങളുടെ മാവ് കുഴക്കുന്ന തൊട്ടിയെയും അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ അതിരുകൾ അവിടുന്ന് വിശാലമാക്കുന്നതിനായി നന്ദി പറയുന്നു. ദൂരത്തും ചാരത്തുമായി ജോലിക്കായി പഠനത്തിനായി പോയിരിക്കുന്ന ഓരോ മക്കളെയും ഈ സമയത്തോർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടേതായ ജീവിത സാഹചര്യങ്ങളിൽ തളർന്നു പോകാതെ ശക്തി പ്രാപിച്ച് പടചേർത്തവൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളികളായി നിന്റെ രാജ്യത്തിന് വേണ്ടി വചനത്തിന് വേണ്ടി ജീവിക്കുവാൻ മക്കളെ ഓരോരുത്തരും സഹായിക്കണം. അവിടുന്ന് കർത്താവെ, അമേരിക്കയെ അനുഗ്രഹിക്കണമേ, ഇസ്രായേലിനെ അനുഗ്രഹിക്കണമേ, ഓസ്ട്രേലിയയെ അനുഗ്രഹിക്കണമേ, ജർമ്മനിയെ അനുഗ്രഹിക്കണമേ. ഗൾഫ് രാഷ്ട്രങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആഫ്രിക്കൻ രാജ്യങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുത്തെ രണ്ടാമത്തെ വരവിന് വേണ്ടി ജനം ഒരുങ്ങുവാൻ, അവിടുത്തെ വരവിൻ്റെ ആനുകാലികളെ സംഭവങ്ങളെ തിരിച്ചറിയാനുള്ള പരിജ്ഞാനം മക്കളുടെ മേൽ പകരണമേ. സ്കൂളും കോളേജിലും പഠിക്കുന്ന ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കാലഘട്ടത്തിൻ്റെ എല്ലാ സാംക്രമിക രോഗങ്ങളിൽ നിന്ന് മക്കളെ വിടുവിക്കണമേ. അവർ കൈകാര്യം ചെയ്യുന്ന, അവർ പഠിക്കുന്ന വിഷയങ്ങൾ ഒരിക്കലും അവർക്കൊരു കെണിയാകാതെ അവരുടെ ജീവിതത്തിൻ്റെ പ്രയോജനമുള്ള രീതിയിൽ അത് കൈകാര്യം ചെയ്യാനുള്ള സ്വർഗീയ ജ്ഞാനം മക്കളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഒരിക്കൽ കൂടി ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ ആഗ്രഹങ്ങളും പ്രാർത്ഥനാ വിഷയങ്ങളും തിരക്കരങ്ങളിൽ തരുന്ന പറയുന്നതിന് മുമ്പ് ഇന്നതെന്ന് അറിഞ്ഞ് അനുഗ്രഹിക്കുന്നപ്പാ അവൻ നൽകുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയെ യാചനയും കേട്ടിരിക്കാൻ നന്ദിയപ്പാ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കണ്ണുകൾക്ക് ദൃശ്യമായ, കാതുകൾ ശ്രവിച്ചിടാത്ത, മാനസത്തിങ്കൾ തോന്നിടാത്തതും പുത്തനാം യെരൂശലേമിൽ അന്നു ചെന്നു പ്രാപിക്കുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ.
കണ്ണുകൾക്ക് ദൃശ്യമായ കാതുകൾ ശ്രവിച്ചിടാത്ത മാനസത്തിങ്കൽ തോന്നിടാത്തതും പുത്തനാമെരുശലേമിൽ അന്നു ചെന്നു പ്രാപിക്കുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്കു തന്നവൻ മാറിപ്പോകില്ല. മർത്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്കു തന്നവൻ യേശു മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. സങ്കടങ്ങളില്ല, കണ്ണുനീർ വിലാപമില്ല, ശാപദോഷങ്ങൾ ഇല്ല ഒന്നുമേ. നിത്യമായ തേജസ്സിന്റെ നാഥനെ നാം വാഴ്ത്തിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. കഷ്ടസങ്കടങ്ങളില്ല, കണ്ണുനീർ വിലാപമില്ല, ശാപദോഷങ്ങൾ ഇല്ല ഒന്നുമേ. നിത്യമായ തേജസ്സിന്റെ നാഥനെ നാം വാഴ്ത്തിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ. വാനം ഭൂമിയും നീങ്ങിപ്പോകിലും വാക്കു തന്നവൻ മാറിപ്പോകില്ല. മർത്യരേവരും മറന്നു പോകിലും വചനമായവൻ മാറിപ്പോകില്ല. തൻ വചനങ്ങൾ നീങ്ങിപ്പോകില്ല. വിണ്ണിലെന്റെ വീടൊരുക്കി വീണ്ടും വന്നു ചേർക്കുമെന്നു വാക്കു തന്നവൻ യേശു മാത്രമേ. മണ്ണിലെന്റെ മൺഭവനം വിട്ടകന്നു ചേർന്നിടുന്നതെത്ര ഭാഗ്യമേ, എത്ര ഭാഗ്യമേ.